ഹായ് ഫ്രണ്ട്സ്, ഗ്രാസ് അലോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരം കറക്റ്റ് ടൈമിന് നനയ്ക്കാൻ കഴിയാതെ വരും. ഇപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് നനയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈകിയ വരുന്നതെങ്കിൽ രാത്രിയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ നനയ്ക്കേണ്ടതായിട്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയിലുള്ള ഒരു സംവിധാനമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ സംവിധാനത്തിൽ കൂടി ഉണ്ടായിട്ടുള്ള മുളകാണിത്. സംവിധാനത്തെ മുളകാണ്. ഇപ്പോൾ എല്ലാവരും കുഴപ്പമില്ല, നല്ല കറക്റ്റായിട്ട് എല്ലാ തണ്ടിലും നല്ല മുളകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഈ സംവിധാനത്തിൽ നമുക്ക് വളങ്ങൾ ലയിപ്പിച്ചു കൊടുക്കാം, വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു മുളക് ചെടിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന മുളകാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സംവിധാനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് വേണ്ടത് ഒരു പാത്തിയാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ സംസൈഡിലൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മഴവെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള പാത്തിയില്ലേ, അങ്ങനത്തെ ഉള്ള ഒരു പാത്തി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ പുതിയത് വേണമെന്നില്ല, കൊട്ടയതാണെങ്കിൽ പഴയത് കിട്ടിയാൽ മതിയോ. അതും അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയൊക്കെ PVC പൈപ്പ്, പഴയതായിട്ടുള്ള കൊട്ടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ PVC പൈപ്പിൻ്റെയൊക്കെ ഒട്ടിച്ചിട്ട് അത് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് എടുത്താലും മതിയാവും. അങ്ങനെയുള്ള ഒരു പാത്തി നമ്മൾ ആദ്യമായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഈ പാത്തിയുടെ 2 സൈഡും നമുക്കൊന്ന് കവർ നല്ലോണം ഒട്ടിച്ച് ബ്ലോക്ക് ചെയ്ത് നിർത്തണം. ഈ പാത്തീൻ്റെ തന്നെ എൻ്റെ ക്യാപ്പുണ്ട്, 2 ക്യാപ്പ് 2 സൈഡിലും വെച്ച് ഒട്ടിക്കുന്നതായിട്ടുണ്ട്. എന്നെങ്കിലും നമുക്ക് വെള്ളമൊന്നും ലീക്കാകാതെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ 2 സൈഡ് നമ്മൾ നല്ലവണ്ണം ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ഒരു ബാൾ സെറ്റാണ്. ഇത് ഫ്ലഷ് ടാങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാൾ സെറ്റാണ്. നമ്മൾ പ്ലംബിംഗ് കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് സാധനം കിട്ടുന്നതാണ്. വളരെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നതും ഈ ബാൾ സെറ്റാണ്. ഇനി ഈ ബാൾ സെറ്റ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് എൻ്റെ ക്യാപ്പ് ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. എൻ്റെ ക്യാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളൊരു ഹോൾ ഇടുക. ആ ഹോളിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ പാത്തിയുടെ 2 സൈഡിലായിട്ട് എൻഡ് ക്യാപ്പ് നമ്മൾ ഒട്ടിക്കണം. ഒട്ടിക്കുന്നത് നമ്മളെ PVC ഈ ഗമ്മൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ വാട്ടർ ലീക്ക് വരാതിരിക്കാൻ MCയിലൊക്കെ വളരെ നല്ലോണം ഒട്ടിക്കണം. ഒട്ടിക്കുന്നത് വളരെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. വെള്ളം ഒരിക്കലും പുറത്തു പോകാത്ത രീതിയിലുള്ള നല്ലവണ്ണം ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ പാത്തി വെക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടൊരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്തൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പാത്തി കറക്റ്റായിട്ടൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തറയിൽ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഈ പാത്തി കടത്തി വെക്കണം. കടത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ സിസ്റ്റം ശരിയായിട്ട് പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മെയിനായിട്ടുള്ള വാൾ സിസ്റ്റം ഫിറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഹോൾട്ട് വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ഗ്യാപ്പിൽ നേരത്തെ ഹോൾട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളമൊന്നും ചോരാത്ത രീതിയിൽ വാഷൊക്കെ ഇട്ട് നല്ല വണ്ണമായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, സിസ്റ്റം ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കാം. വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ളം താനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ താനെ ഓഫായിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിൽ നിറച്ച് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനെ ഓഫാവും. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ചെടിച്ചട്ടി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിച്ചട്ടി ഇതിപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച് ചെടിക്ക് ചട്ടു അതിൻ്റെ അടിയിലായിട്ട് തിരിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. തിരുതന സമ്പ്രദായത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയാണ് തിരി ഫിറ്റ് ചെയ്ത ചട്ടികളാണ് ഈ സ്റ്റാൻഡിൽ വെക്കേണ്ടത്. നമ്മൾ തറയിലും ഈ സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതിൽ മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ സിമൻറ്റ് കട്ടകളാണ്. ആ സിമൻറ്റ് കട്ടകൾ 2 എണ്ണം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ പാത്തി ഇറക്കി വെക്കുക. അങ്ങനെ അതിൽ വെള്ളം നിറയ്ക്കുക. അതോടൊപ്പം തന്നെ എത്ര ചട്ടികൾ വെക്കണോ അതിനനുസരിച്ചിട്ട് പാത്തിയുടെ 2 സൈഡിലായിട്ട് കല്ല് നിരത്തി വെക്കുക. പിന്നെ ചട്ടി നേരിട്ട് വെക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ടൈൽസിൻ്റെ ചെറിയ കഷ്ണം കൂടെ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി വെക്കാവുന്നതാണ്. അതിൽ നമുക്ക് വെജിറ്റബിൾ നടുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതേപോലെ ഫംഗ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് തിരുനനയാണ് ഈ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടാങ്കിൽ വെള്ളം ഉണ്ടായാൽ മാത്രം മതി. അവിടെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ വെള്ളം നിറഞ്ഞോളും. പിന്നെ ചെയ്യാനുള്ളത് പറഞ്ഞാൽ ആ വെള്ളം ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ കൊതുക് വരാതിരിക്കാൻ വേണ്ടി വലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുക, അല്ലെങ്കിൽ ലിക്വിഡ് വളങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ലാർവയൊക്കെ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അതും കൂടെ അത് മിക്സ് ചെയ്ത് ആ വെള്ളത്തിലിട്ട് ഭംഗിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൃഷികൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വളം ലാഭിക്കാം, വെള്ളം ലാഭിക്കാം. ആവശ്യമുള്ള വെള്ളം മാത്രമേ അതിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പിന്തുടരുക. ആ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.